ദീപ്തി. അനുഷ, അതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിന്റെ പിന്നിൽ ഒരു വൈകാരികമായ ഒരു കാരണമുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ അമ്മമാരുടെ അല്ലെങ്കിൽ ഈ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചതിനുള്ള പ്രതികാര നടപടി എന്ന തരത്തിലുള്ള ഒരു പേര്, അതാണ് ഈ ഒരു പേര് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന തരത്തിലുള്ള ഒരു വാർത്തകളെല്ലാം പുറത്തു വരുന്നുണ്ട്. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? പേര് അത്തരം ഒരു കാരണം കൊണ്ടാണോ ഈ ഓപ്പറേഷൻ ഇത്തരം ഒരു കോഡ് നെയിം സ്വീകരിച്ചത് എന്നതിൽ വ്യക്തത ആർമി തന്നെ പറയും, അല്ലെങ്കിൽ സൈന്യം തന്നെ പറയും. എങ്കിലും വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. പെഹൽഗാം എന്ന് പറയുന്നത് കശ്മീരിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഇടമായിരുന്നു. അവിടെയാണ് ഇത്തരത്തിൽ, അതായത് വിനോദസഞ്ചാരത്തിന് വന്നവർ, ഹണിമൂണിന് വന്ന നവദമ്പതികളെല്ലാമാണ് ഇതിൽ കൊല്ലപ്പെട്ടത്. അതിൽ തന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഹിമാൻഷി നർവാൾ, മരവിച്ചിരിക്കുന്ന ഒരു ഹിമാൻഷി നർവാൾ എന്ന വനിതയുടേത്. അവരുടെ ഭർത്താവിൻ്റെ ചേതനയേറ്റ മൃതദേഹത്തിനരികെ ഇനി എന്ത് ചെയ്യണം ഞാൻ എന്നറിയാതെ, പ്രതികരിക്കാനാവാതെ, കരയാനാവാതെ, വിതുമ്പാൻ പോലും ആവാതെ അവർ ഇരുന്ന ഒരു ചിത്രമാണ് ഇന്ത്യൻ മനസാക്ഷിയെ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ഒരു ചിത്രം. ആ ചിത്രത്തിൻ്റെ അത് ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ ലോകമൊട്ടാകെ ആ ഒരു ചിത്രം, ആ ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോയിൽ അപലപിച്ചിരുന്നു. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ അതായത് കൊല്ലപ്പെട്ടവരെല്ലാം തന്നെ പുരുഷന്മാരായിരുന്നു. ഇവരുടെയെല്ലാം സിന്ദൂരം, അതായത് അതുകൊണ്ട് തന്നെ ദീപ്തി സൂചിപ്പിച്ചതുപോലെ ഇവരുടെ സിന്ദൂരം മായ്ച്ച ഒരു തീവ്രവാദ ആക്രമണമായിരുന്നു. നിങ്ങളെ ഞാൻ കൊല്ലില്ല, നിങ്ങൾ പോയി മോദിയോട് പറയൂ, ഇന്ന് ഞങ്ങൾ ആക്രമിച്ചിരിക്കുന്നു എന്നാണ് അന്ന് ഭീകരർ ഈ ഇരകളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ ആരതി സൂചിപ്പിച്ചതുപോലെ ഈ തൻ്റെ അമ്മയുടേതടക്കമുള്ള നിരവധി പേരുടെ സിന്ദൂരം മായ്ച്ചതിന് കൃത്യമായ ഒരു മറുപടി ഓപ്പറേഷൻ സിന്ദൂര എന്ന പേരിൽ ഇന്ത്യ നൽകിയിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് വ്യക്തമാക്കാൻ ദീപ്തി. ഭീകരാക്രമണത്തിന് ഇന്ത്യ മറുപടി നൽകിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ആണ് സംയുക്ത സൈനിക ആക്രമണത്തിൽ പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഇന്ത്യയുടെ അതിർത്തി മേഖലകളിലടക്കം ശക്തമായ സുരക്ഷാ നടപടികൾ, അല്ലെങ്കിൽ ശക്തമായി തന്നെ ഈ ഒരു തിരിച്ചടി ഉണ്ടാകാം എന്നൊരു ഒരു പ്രതീക്ഷയിൽ, അല്ലെങ്കിൽ ഈ ഒരു ചിന്തയിൽ തന്നെ ശക്തമായി തന്നെ ഈ സുരക്ഷാ മുന്നൊരുക്കങ്ങളെല്ലാം നടത്തുകയാണ്. അത് സംബന്ധിച്ചായിരിക്കാം ഈ ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് ചേരുന്നതും. എന്തൊക്കെയാണ് അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? ദീപ്തി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി വേണ്ടത് എന്താണ്? ഈ പാകിസ്ഥാന് തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുകയാണ്. അത്തരമൊരു നീക്കം മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ അതിർത്തികളിലടക്കം സുരക്ഷ ശക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമായും പ്രധാന എയർപോർട്ടുകളെല്ലാം അടച്ചു. അതും ജമ്മു കശ്മീരിലെ പ്രധാന എയർപോർട്ടുകളെല്ലാം തന്നെ അടച്ചു. ശ്രീനഗറിലും ജമ്മുവിലുമുള്ള എയർപോർട്ടുകളെല്ലാം തന്നെ അടച്ചിട്ടുണ്ട്. ഒപ്പം ശ്രീനഗറിലും ജമ്മുവിലുമെല്ലാം ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ഇതോടൊപ്പം രാജസ്ഥാനിലെ താറിൽ ഇപ്പോൾ മറ്റ് വിമാനങ്ങൾക്കൊന്നും തന്നെ പറക്കാൻ അനുമതിയില്ല. ഇന്ന് അവിടെ ഒരു വ്യോമാഭ്യാസം നടക്കാൻ പോവുകയാണ്. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച മോക്ക് ഡ്രില്ലും ഇന്ന് നടക്കും. ഇതോടൊപ്പം സുരക്ഷ ശക്തമാക്കുന്നു. അതീവ ജാഗ്രതയിലാണ് രാജ്യം. ഇതിൽ നയതന്ത്രപരമായും ഒപ്പം തന്നെ ഇന്ത്യക്കകത്തും വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിന് മറ്റ് ഘട്ടങ്ങൾ ഉണ്ടാകും എന്നാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം ആദ്യം തന്നെ അവർ വളരെ വ്യക്തമാക്കിയിരുന്നു, ആദ്യഘട്ടമാണ് ഓപ്പറേഷൻ സിന്ദൂരയുടെ നടന്നിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇനി ലോകരാജ്യങ്ങളോട് ഇന്ത്യ നേരത്തെ തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സൈനികാക്രമണം നടത്തേണ്ട സാഹചര്യം. അജിത് ഡോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു സൈനിക ഓപ്പറേഷൻ നടക്കേണ്ട ആവശ്യകത വളരെയധികം വ്യക്തമാക്കിയിരുന്നു. ഇതിൽ ലോകരാജ്യങ്ങളിലെ പ്രധാനമായും US സ്റ്റേറ്റ് സെക്രട്ടറിയുമായി അദ്ദേഹം സംസാരിച്ചു. അതോടൊപ്പം തന്നെ ബ്രിട്ടൻ, റഷ്യ, UAE, സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇന്ത്യ ഇത്തരത്തിൽ സംഘർഷത്തിലേക്ക് കടക്കരുത്, ഇങ്ങനെ വലുതെന്തോ വരാൻ പോകുന്നു എന്ന സൂചന ലഭിച്ചിരുന്നു, അല്ലെങ്കിൽ ഇത്തരമൊരു ആക്രമണം താൻ അറിഞ്ഞിരുന്നു എന്ന ഒരു സൂചന ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇനി വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലേക്ക് കടക്കരുത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതോടൊപ്പം UN സെക്രട്ടറി അദ്ദേഹം അന്റോണിയോ ഗുട്ടറസ് വ്യക്തമാക്കിയിട്ടുണ്ട്, വലിയ രീതിയിലുള്ള പ്രത്യാക്രമണങ്ങളിലേക്ക് കടക്കരുത്, ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണം, സംഘർഷം ഇല്ലാതാക്കണം. പെഹൽഗാം ഭീകരാക്രമണത്തെ ലോകരാജ്യങ്ങൾ ഒന്നായി അപലപിച്ച ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു സ്റ്റെപ്പ് എടുത്തത്, ഇത്തരത്തിലൊരു നടപടിയെടുത്തത്, സൈനികാക്രമണം സ്വീകരിച്ചത് എന്നതിന് വ്യക്തമാക്കണം. ലോകരാജ്യങ്ങളോട് നേരത്തെ തന്നെ ഇന്ത്യ ഇതിൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ദീപ്തി.
അനുഷ, അതുപോലെ തന്നെ ഈ ലോകരാജ്യങ്ങളുമായി തന്നെ ഈ ഇന്ത്യ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ UN തന്നെ ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ ഒരു ആക്രമണം സംയമനം പാലിക്കണം എന്ന അടക്കമുള്ള പ്രതികരണങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. ഈ ഒരു ലോകരാജ്യങ്ങളുമായി ഇന്ത്യ ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ സിന്ദൂർ അല്ലെങ്കിൽ ഇത്തരം ഒരു സൈനികാക്രമണം നടത്തേണ്ടി വന്ന ആവശ്യകത, അതായത് പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്നലെ തന്നെ UNSC UN സുരക്ഷാ സമിതിയിലെല്ലാം പാകിസ്ഥാൻ പറഞ്ഞിരുന്നു. അതായത് ഈ ഒരു സിന്ധു നദീജല കരാർ റദ്ദാക്കിയതാണ് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത്. കാരണം മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ല. ഇത്തരത്തിലുള്ള ഒരു നടപടി ഒരു നയതന്ത്രപരമായി സ്വീകരിക്കാൻ മറ്റു വഴികളെല്ലാം തന്നെ അടഞ്ഞപ്പോഴാണ് പാകിസ്ഥാൻ UNSCയെ സമീപിച്ചത്. എന്നാൽ വലിയ തിരിച്ചടിയാണ്, കടുത്ത ചോദ്യങ്ങളാണ് UN സുരക്ഷാ സമിതിയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാന് നേരിടേണ്ടി വന്നത്. ഇതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, നിലച്ചിരിക്കാത്ത നേരത്താണ് പുലർച്ചെ ഇത്തരത്തിലൊരു സൈനികാക്രമണം പാകിസ്ഥാന് നേരിടേണ്ടി വന്നത്. അതും ഭീകര കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർത്തു. കൃത്യമായ കണക്കുകൾ വന്നാൽ മാത്രമാണ് എത്ര ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാവുക. 600ഓളം ഭീകരരെ ലക്ഷ്യമിട്ട്, അതും ഇന്ത്യയുടെ മണ്ണിൽ ഇന്നോളം കണ്ട അല്ലെങ്കിൽ ചെയ്തു വെച്ച തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇന്ത്യ ചുട്ട മറുപടി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ ലോകരാജ്യങ്ങളോടും ഈ ഒരു സാഹചര്യം, നയതന്ത്ര ബന്ധം, ഒരേ സമയം സൈനിക നീക്കങ്ങൾ നടത്തുമ്പോൾ കൃത്യമായ നയതന്ത്രപരമായ ഇടപെടലും ഇന്ത്യ നടത്തുന്നുണ്ട്. പെഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇത്തരത്തിൽ ഒരു പദ്ധതിക്ക് പ്ലാൻ ഇടുന്നതിനും ഒക്കെ മുന്നേ തന്നെ അദ്ദേഹം, ഈ അജിത് ഡോവൽ അടക്കമുള്ളവർ US കൗണ്ടർ പാർട്ട് അല്ലെങ്കിൽ US സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്തിയിരുന്നു. നിരന്തരം ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു വിഷയത്തിൽ. ലോകരാജ്യങ്ങൾ ഒന്നാകെ അപലപിച്ചതാണ് പെഹൽഗാം ഭീകരാക്രമണത്തെ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു സൈനിക ഓപ്പറേഷൻ നടക്കേണ്ട സാഹചര്യം എന്താണ് എന്ന് ഇന്ത്യ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും റഷ്യക്കും US-നും ഒപ്പം തന്നെ UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക്, ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഈ ഭീകരാക്രമണം എന്തുകൊണ്ട് നടത്തേണ്ടി വന്നു എന്നതിൽ ഇന്ത്യ വ്യക്തത വരുത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. സംയമനം പാലിക്കാനാണ് US അടക്കമുള്ള അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയടക്കം ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത്. കാരണം സംഘർഷത്തിലേക്ക് പോകരുത്, യുദ്ധത്തിലേക്ക് കടക്കരുത് ഇന്ത്യയെ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി എന്താണ്, ഇനിയിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി ഏത് രീതിയിലുള്ള പ്രതികരണം അല്ലെങ്കിൽ പ്രത്യാക്രമണമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നതിൽ കൃത്യമായ ഒരു വ്യക്തത വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിലവിൽ പാകിസ്ഥാൻ വാക്പോര് മാത്രമാണ് നടത്തിയത്. അതിർത്തിയിലെ ഷെല്ലാക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതൊഴിച്ചാൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും സൈനികപരമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. തീർച്ചയായും ഈ ഉണ്ടായ നഷ്ടം പഠിക്കാൻ അവർക്ക് കുറച്ചധികം സമയം വേണ്ടിവരുമെന്ന് വേണം വിലയിരുത്താൻ. അതീവ ജാഗ്രതയിലാണ് രാജ്യ തലസ്ഥാനത്തടക്കം പ്രധാന ഇടങ്ങളിലെല്ലാം കനത്ത സുരക്ഷയിലാണ് രാജ്യമുള്ളത്. ഇതിൽ പ്രധാനമായും തന്നെ ഇന്ത്യ ആദ്യം തന്നെ കൈക്കൊണ്ട മുൻകരുതൽ വ്യോമപാതയാണ്. അതായത് അത്തരത്തിലുള്ള മിസൈൽ ആക്രമണമോ മറ്റ് വ്യോമ ആക്രമണങ്ങളോ ഉണ്ടായാൽ ചെറുക്കാൻ തന്നെ ആദ്യ രീതിയിൽ 5 വിമാനത്താവളങ്ങൾ അടച്ചു. പ്രധാനമായും ശ്രീനഗർ, ലേ, ജമ്മു, അമൃത്സർ, ധർമ്മശാല എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങൾ അടച്ചു. ഇതിൽ പ്രധാനമായും തന്നെ അതിർത്തിയിൽ, അതായത് പഞ്ചാബ്, ജമ്മു കശ്മീർ അടക്കമുള്ള അതിർത്തി സംസ്ഥാനങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഇന്ന് ജയ്സാൽമീർ അല്ലെങ്കിൽ താർ മരുഭൂമിയിൽ ഒരു വ്യോമാഭ്യാസം കൂടി നടക്കും. അതുകൊണ്ട് താർ ഇപ്പോൾ നോ ഫ്ലൈ സോണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വ്യോമയാന മന്ത്രാലയം. ദീപ്തി, ശരി.